ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇടുന്നത്. നമ്മൾ പറയണതും സംസാരിക്കണതും ഒക്കെ അവിടെ വെച്ചിട്ട് ഫുള്ളുള്ള വീഡിയോ. ഇത് നിങ്ങൾ ഫുള്ള് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഫുള്ള് കാണാം. നമ്മുടെ ഒരു ഹോളിഡേ ആണ്. നമ്മളൊരു സ്റ്റേ ചെയ്യണ സ്ഥലത്തുനിന്ന് ജസ്റ്റ് വീഡിയോസ് എടുക്കുന്നത്. ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും ഇത് കാണാം കേട്ടോ. കേട്ടോളൂ. roasted potatoes. ഇത് ബട്ടറല്ലേ? ബട്ടറിലേക്ക് ബട്ടറിലേക്കല്ല, അത് നമ്മള് ഓവനിലേക്ക്. ഇല്ല, അവിടെ കിടക്കട്ടെ. ഓവനിലേക്ക് പോകും. ഓവനിലേക്ക് വെച്ചു. ഓക്കെ, മസാലയൊക്കെ പരത്തി വെച്ച് വെച്ചാൽ പിന്നിച്ച് ഇതിന് വെക്കുന്ന ബട്ടർ. പിന്നെ സാലഡൊക്കെ ബാലു നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച്. ബട്ട് എനിക്കറിയില്ല വൈൻ ഗ്ലാസ്സിൽ വെള്ളമാണ് കുടിക്കണത്. ഞാൻ പൈനാപ്പിൾ ജ്യൂസ് ആണല്ലേ. പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവിടെ ആൽക്കഹോൾ നമുക്ക് ഇടക്ക് വേണമെങ്കിൽ നമുക്ക് കാണാം. പറയണം, വീഡിയോ ആയിട്ട് പറയട്ടെ, അല്ലെങ്കിൽ കോമഡി ഇപ്പൊ കഴിഞ്ഞാല് സംസാരമാണ്. ചേറിലിരിക്കണോ ഇവിടെ ഇരിക്കണോ? ചേറിലിരിക്കോ? ചേച്ചി ഇരിക്കട്ടെ കുറച്ചേരം പ്ലീസ്. ആദ്യം എന്താ മഷ്റൂം എന്താ മഷ്റൂം സോസ് സോൾട്ട് ചെയ്തിട്ട് ജസ്റ്റ് സോൾട്ട് പെപ്പർ. ഇതൊക്കെ ഇവിടെ നമ്മള് റൂം ടൂർ എടുത്തില്ല, നമുക്ക് നാളെ എടുക്കാം. ചേഴ്സ് പറയാൻ പോയിക്കോ. അത് വെള്ളമാണ് സാക്ക്. ഞാനില്ല, എനിക്ക് വെള്ളമില്ല, പൈനാപ്പിൾ ജ്യൂസില്ല, ആരും ഒന്നും തന്നില്ല. ഞാൻ ബിയർ കുടിക്കൂല, ഞാൻ നോൺ ആൽക്കഹോളാണ്. എനിക്കിഷ്ടമല്ല. അപ്പൊ ഞാൻ എപ്പോഴോടെ ബിയർ കുടിക്കും. എനിക്ക് അവിടെ എന്താണ് കുടുംബവഴക്കാണ്. കുടുംബവഴക്ക് മിഠായിലൂടെ തീർത്ത് ഓടിക്കളിയാണ്. കുക്കുംബർ ഞാൻ പൊതുവെ കുക്കുംബർ കഴിക്കാറില്ല, പക്ഷെ ഞാനിപ്പോ കഴിക്കാം. അയ്യോ, കുക്കുംബർ കൊള്ളാം. ഞാൻ പറഞ്ഞതേ എന്താ കാണാൻ കൊള്ളൂലാത്തോണ്ട് ഞാൻ ക്യാമറയിൽ പറഞ്ഞില്ല. അമ്മ ചൂടാക്കി തരാം. നമുക്ക് ചൂടാക്കാം. ചൂടാണോ? ഇവിടെ ഇതില്ലേ, ജസ്റ്റ് ക്രീം പിടിച്ചു തരുക. ഇവിടെ ആകെയുള്ള പെപ്പർ, ഈ കുക്കിങ് മൊത്തം സോൾട്ട് പെപ്പറാണ് ചെയ്യുന്നത്.
ഡയലോഗ് വന്നില്ല. എന്തൊക്കെ ബിരിയാണി മാറ്റാലോ. അതാ സോഫയിലോട്ട് വെച്ചോ രണ്ടും. സോഫയിലോട്ട് ഞാനില്ല എന്നെ വീഡിയോ അവിടെ ചീസ് ഒറ്റക്ക് ചീസ് കഴിച്ചോളൂ. വെറുതെ കഴിച്ചു വെക്കത് ഇങ്ങനത്തെ ഒലിവ് ഓയിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉപ്പിട്ടുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഇച്ചിരി നാരങ്ങനീര് ഉപ്പും നാരങ്ങ. ലിപ്സ്റ്റിക് വരും. എന്റെ പച്ച ബാനകത്തുണ്ട്. നാച്ചുറൽ സൗണ്ട് എനിക്ക് ഉപ്പ് കൂടി ഫുഡ് കൊളായി പോലെ ഉപ്പാ. ഞാൻ ഉപ്പ് കൂട്ടാ. ഞങ്ങൾ ഉപ്പ് ഭയങ്കര കുറവാ. ഇവൻ എനിക്ക് ഉപ്പ് കൂടുതൽ കുറച്ച് കേട്ടെ ഇത്. എനിക്ക് ഉപ്പ് കൂടുതൽ എന്ന് പറഞ്ഞ എന്ത് സാധനത്തിനാന്നറിയോ? ഇന്ന് വെച്ചാൽ ചീറ്റോസ് കൊടുത്ത സാധനമില്ലേ, അതാണ് എന്റെ ഉപ്പാണ്. പക്ഷേ ഉപ്പില് മുക്കിയ സാധനം. ബാക്കി ഉപ്പൊക്കെ സീനൊന്നുമില്ല. കുറച്ച് ടേസ്റ്റ് ഭയങ്കര മിന്റ് ഭയങ്കരമായിട്ട് കൂടുതൽ ഈ ഒരു ഈ സാധനത്തിന് ചീസിലേക്ക്. ഡ്രസ്സിങ് അല്ലാതെ എന്താണ് മാമിയുടെ ടാക്സി. മാമിയുടെ ടാക്സി. എനിക്ക് മറ്റൊരു വൈകിയേക്കാൾ എന്തെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടോ നോക്കിയത്. ഇത് മാത്രം കഴിച്ചാൽ ഇത് മാത്രം മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം കഴിക്കും. ഉപ്പ് കീറുന്നു. ഉപ്പില്ല. സ്വർണ്ണക്കോയിൻ കൊണ്ട് നടക്കണേ. ആർക്കെങ്കിലും സ്വർണ്ണം കയ്യില് ചൂടായി ഉരുക്കിയിരിക്കാണ്. അത് എന്തായിരിക്കണത് എടുക്കാൻ പറ്റാതെ എന്റെ ലിപ്സിലും എന്റെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കണ കാര്യം. ഞാൻ ഇത് മാത്രം എടുത്തുള്ളൂ ഇന്ന്. എന്റെ പച്ചവയലുണ്ടെന്നാ പറഞ്ഞ, പക്ഷെ നീ ഇതാ എടുത്തോളൂ. നീ അതാ പറഞ്ഞു ഇതല്ല. എനിക്ക് അറിയൂല. നിങ്ങൾക്ക് അറിയണില്ല. എനിക്ക് ഇത്രയും. നിനക്ക് എത്രയും കളർ വരും. അതുമല്ല, നിങ്ങൾ ഇത് കണ്ടിട്ട് ഒന്നും വിചാരിക്കരുത്. ഞാൻ ലിപ്സ്റ്റിക്കിന്റെ മീതെ ലിപ്സ്റ്റിക് ഇട്ടേക്കണേന്. ഫേസ് ഒന്നും എനിക്ക് മര്യാദക്ക് വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേ ഗംഗക്ക് വേറെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. റൂമൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ. ടൊമാറ്റോയും പൈനാപ്പിൾ ജ്യൂസൊക്കെ കുറച്ച് ഒഴിക്കുള്ളൂ. തീർന്നു. ചിക്കൻ ചൂടാക്കണം. അങ്ങനെ വേണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കപ്പയും മീൻ കറി. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാം. എനിക്ക് തോന്നണേ ഇതിലാകെ കഴിക്കാൻ പോണ ഞാനും എനിക്കൊരു സൈഡ് മുളക് കൊണ്ട് വരും. ചാക്കിന് ഉള്ളി ചിക്കൻ മാത്രം. ആ ചിക്കൻ അല്ല അവന്റെ ലക്ഷ്യം. അവന്റെ ചിക്കൻ അതാ. ഒരു ചിക്കൻ തരാം. ചിക്കനും കൂടി മുളക് കേട്ടോ. അത് തരാം തരാം. അത് പിന്നെ എല്ലാരും പച്ചമാ അല്ലല്ല നമ്മ തിന്നോക്കിയാണല്ലോ. ഈ ഏതുപോലെ ഈ ചൊമ്പ പച്ചക്ക് എരിവില്ല. പച്ച എവിടെ? പച്ച എടാ നീ ഈ പച്ച ഞാൻ കുറച്ചു പോയി നോക്കിയാൽ ഇത് വെച്ചാണ് പച്ചക്ക് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പൊ കഴിക്കണ്ട. അല്ല ഇത് മാത്രം അതല്ല നമ്മൾ നോക്കി വെച്ചില്ലേ. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി. ചൂടാറിനേക്കുമ്പോൾ കുറച്ച് സാലഡ്
ഒരു വലിയ പ്ലേറ്റ് അത്തെ അത് കഴിയുമ്പോ അവിടെ വെച്ചിട്ട് അതിനും കൂടി ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ടാണ് ബാലുവിന്റെ ഒരു എടി ആ കറക്കണൊക്കെ എടുത്തത് ഒന്നുകൂടെ കാണിച്ചാ അതെടുക്കടി. അവിടെ ഭയങ്കര കുക്കിംഗ്. Oh my god! You're a chef. സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. പ്ലേറ്റിംഗ് ആണ് എന്റെ താല്പര്യത്തിൽ ഞാൻ പറഞ്ഞത്. അവിടെ ആ ക്യാൻഡിലും കത്തിച്ച് എല്ലാ ഫുഡും ഇരുന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു മീൻസ് ആ ഒരു ഐഡിയയിലാണ് ഓപ്പൺ കിച്ചൺ. ഓപ്പൺ എന്താ സാക്കു പൈസ വരിക ഈ സൈഡിൽ റോസ്റ്റിന് പൊട്ടത്ത് വേണം അല്ലേ? മഷ്റൂം മഷ്റൂം വരട്ടെ, മഷ്റൂം വരട്ടെ. ഞാനെടുത്ത പ്ലേറ്റ് ഇട്ടു. സൂപ്പർ ഷെഫ്. ഹലോ കസ്റ്റമർ ഷെഫ് കസ്റ്റമർ ഈസ് ഹിയർ. You want this one? വിങ്സ് ഒക്കെ കഴിക്കണ്ട വിങ്സ്. അവിടുത്തെ കസ്റ്റമറിന് സെർവ് ചെയ്തു. ഇത് ആദ്യം വന്ന കസ്റ്റമറിന് സെർവ് ചെയ്തില്ല. അതുകൊണ്ട് കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. You want this? അടിപൊളി മീനാണോ? അത് ഒരുമിച്ച് കഴിക്കാൻ സാർ അത് ഫുള്ള് ഉണ്ടാവും. ഇല്ല, ഇതിന്റെ അതുകൊണ്ട് ഉണ്ടാവില്ല. ബാലു എനിക്കൊരു ഫോർക്ക് നൈഫ് ഫോർക്ക് വേണോ? ഫോർക്ക് മാത്രം മതി. ആ മീനൊക്കെ രക്ഷയില്ല. മീൻ ഭയങ്കര എനിക്കറിയാം, ആ സാധനം ഫ്രഷ് ഫിഷാ. ഞാനൊരു അത് ചിക്കൻ നമ്മുടെ മറ്റേ മീൻ എന്ത്? എല്ലാം ഉണ്ടോ? അത് ടൂണയും മറ്റേ സാധനമൊക്കെ എല്ലാം ഉണ്ട്. ഞാൻ ഓരോന്ന് വെച്ചുതരാം. അതല്ല ആയിക്കോട്ടെ. ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. ഇത് കേട്ടെ, ഇത് നല്ല അപ്പം കൊടുക്കും. ടൈറ്റ് ആയിരിക്കും. ഞാൻ വെച്ചോ. ഇതിന് കിട്ടൂല. ഇങ്ങനെയുണ്ടോ ഇത് കിട്ടുക? സോസ് വേണ്ടേ? ഒരു സാക്കിന് ഞാൻ ഒരിക്കലും സാക്കു വൈറ്റ് ഇത്രയും സാക്കിന് ഫിഷ് പ്രിഫർ ചെയ്യുന്നതേ അല്ല, കഴിക്കാറേ ഇല്ല ഞാൻ. വൈറ്റ് വൈറ്റ് ഫ്ലഷ് ഉള്ള ഫിഷ്. ആ എനിക്ക് ഓക്കെ. ട്യൂണ പോലെ റെഡ് മീറ്റ് ഉള്ള ഫിഷാണ് ഇഷ്ടം. പറഞ്ഞു ക്യാമറ വരുമ്പോ എല്ലാരും സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയല്ല, ഞാൻ എപ്പോഴും ട്യൂണ കിങ് ഫിഷ് അല്ലെങ്കിൽ അങ്ങനത്തെ റെഡ് മീറ്റ് ബ്ലഡ് ഉള്ള മീനുകളാണ് കഴിക്കാൻ എനിക്കത് ഇഷ്ടം. സീബാസ് പോലുള്ള വൈറ്റ് ഫ്ലഷ് ഉള്ള ഫിഷ് ഭയങ്കര അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. വാങ്ങി കറി വെച്ച് കഴിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. പക്ഷെ അടിപൊളി, ഭയങ്കര ടേസ്റ്റ്. ഷെഫിന്റെ കൈക്കൊണ്ട് ഉറപ്പ്, നല്ല taste. താങ്ക് യു. Okay. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിന്നോണ്ടിരിക്കും. അങ്ങനെ ഞാനില്ലേ. നീ വെച്ചേ. ഞങ്ങളെ എടുക്കണ്ട്. നീ എടുക്കണമെന്ന് കാണാമല്ലോ. ചില്ലി പ്രോൺസ്. ഇത് സാക്കു ചൂടാ. നല്ല ക്വസ്റ്റ്യൻ ഇത് ട്രൈ ചെയ്തു. ഇരുന്ന് കഴിക്കാം. ഫിഷും അതും ട്രൈ ചെയ്തു. ഫിഷ് എടാ അടിയാ. ഫിഷിന്റെ മുകളിൽ നിങ്ങൾ ചെയ്തോ? ഞാനൊന്ന് നിങ്ങൾ ദേ ഇരിക്കണം. ഇവളുടെ രണ്ടാമത്തെ ഒഴിക്കണല്ലേ? എരിവണ്ട നോക്കി പ്രോസ് വേർത്തല്ലോ. ഓർക്കില്ലേ? ഇവിടെ ചൂടാണ്. അത് പാ- ചരിച്ച് വെച്ചോക്കെ. നിങ്ങളുടെ സ്പൂണിലാണെങ്കിൽ മഷൂറി. സോസ് അടിപൊളിയാണ്. സംസാരം കേൾക്കുമെന്ന് അറിയില്ല. ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആൽബിക്ക് കൊടുക്കുമോ? എനിക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ്. എനിക്ക് വിഷ് വേണം. അല്ലാതെ പ്ലേറ്റ് അത് നമുക്ക് വലിക്കാൻ പറ്റില്ല. ഇതെല്ലാം കൊടുക്കും ആൽബിക്ക്. കാരണം ആൽബി എന്നെ ഭയങ്കര ശല്യപ്പെടുന്നു. പിന്നെ സംഭവിക്കുള്ള കുട്ടികൾക്ക് വന്നു. ഇവിടെ ഫുഡിന് വേണ്ടി അടിയായി. പോയി നീ ആ സാലഡ് ഇടണം മുളകിൽ കമ്പാരിറ്റീവ്ലി സ്പൈസിയാണ് എന്ന് എഴുതി കഴിക്കാൻ പറ്റാത്ത സ്പൈസി അല്ല. അതാണ് പറഞ്ഞത്, ചോദിക്കാതെ ഉപ്പുണ്ട്. Hi, baby. Love you, baby. നല്ല സ്ഥലം. Hold
ടിപ്സ് ബോക്സ് ചെയ്യാൻ പറ്റും. ഞാൻ സർവീസ് ചോദിച്ചു നോക്കി. എനിക്ക് ഇങ്ങനെയുള്ള എല്ലാം ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കിയ. അല്ല നല്ല ഇത് നമ്മൾ കഴിച്ചാലേ നമുക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് പുറത്ത് കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് ബിരിയാണി നമ്മുടെ ഫുഡില്ലേ ആ കുക്ക് ഇഷ്ടമല്ല. നമ്മൾ എന്ത് രസം വരും. ഞങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി ഇപ്പൊ പുറത്ത് പോയി കഴിക്കാൻ താല്പര്യമില്ല. ഇതെന്താണെന്നറിയോ, നമ്മളിപ്പോ ഇവിടെ നിന്ന് ലൈവായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോ ആ ടേസ്റ്റ് ഇല്ലേ ഒരു സ്ഥലത്ത് കിട്ടില്ല. പ്രശ്നം പുറത്ത് പോയി കഴിച്ചു കഴിഞ്ഞാല് ഗ്യാസിന്റെ പ്രശ്നം വെളുത്തുള്ളിയൊക്കെ കൂടുതലുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് കുക്ക് ചെയ്തപ്പോ. ഞാനില്ലേ എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയും കൂടുതൽ വാങ്ങിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി. ഞാൻ കടയിൽ നിന്ന് പേസ്റ്റ് വാങ്ങില്ല, കാരണം അതിന് വിനാഗിരി ഉണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കും. ഒരു മറ്റേ ചാറ് പോലത്തെ ബോട്ടില് ഉണ്ടാക്കി എടുത്തുണ്ടാകും. ഞാൻ നിറയെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിനും. ഇഞ്ചി എല്ലാ ഫുഡിലും അല്ലാതെ ഇപ്പൊ ഈ മഷ്റൂം സോസ് ഉണ്ടാക്കിയില്ലേ, ഞാൻ ഈ സോസുകളെല്ലാം ഗാർലിക് കുനുകുനാ ചോപ്പ് ചെയ്ത് ബട്ടറിലിടും. അത് ഗ്യാസ് ഉണ്ടാക്കൂല. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. എന്ത് വേണം വീട്ടിലുണ്ടാക്കി കഴിക്കാം. പക്ഷെ ഇത് വാങ്ങിച്ചിടുന്ന ചീസില്ലേ അത് പെർഫെക്റ്റ് ആണ്. Tissue paper. Napkin, please. 5 pounds. Oh my God, it's so expensive. Thank you. ഞാൻ അതാണ് ഞാൻ ടോസ്റ്റിനകത്താണെന്നോട് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ നമ്മളൊരു സ്ഥലം കാണാൻ ഇങ്ങനെ പോയില്ലെങ്കിൽ Hello. ഞാൻ പറഞ്ഞത് നമ്മളൊരു സ്ഥലം കാണാൻ വേണ്ടി അല്ല പോണെങ്കിൽ പോലും ഒരു മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കൽ എടുത്തു കഴിഞ്ഞാല് അവിടെ തന്നെ നിന്ന് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് റിലാക്സ് ചില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിലീഫായിരിക്കും. ഒന്നും കാണണ്ട, പുറത്ത് പോകണ്ട, വർക്ക് ചെയ്യണ്ട, എക്സ്ട്രാ എഫേർട്ട് എടുക്കണ്ട, ട്രാവൽ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇതുപോലെ സ്റ്റേ ചെയ്താൽ മതി. സ്റ്റേ ചെയ്യുക, ഉറങ്ങുക, ചില്ലില്ല. പക്ഷെ ഇതുപോലെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ ഇത്രയും എൻജോയ്മെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ മാത്രം കണ്ടുപിടിക്കും, ഞാൻ മാത്രം കുക്ക് ചെയ്ത് കൊടുക്കും. ആൾക്കാർ ആ ഒരു കൂട്ട് കിട്ടിക്കഴിഞ്ഞാല് അടിപൊളിയാണ്. ഒരിക്കലും അങ്ങനല്ല. നീ കുടിക്കാത്തതിന്റെ പെണ്ണു കമ്പനിക്ക് അങ്ങനെയല്ല. ഞാൻ എപ്പോഴും കുടിക്കേയില്ല. ഇവര് വീട്ടില് അപ്പം എപ്പോഴും കുടിച്ചാലും ഞാൻ എപ്പോഴും കുടിക്കേയില്ല. എനിക്ക് തോന്നണം എനിക്ക് കുടിക്കണം, അല്ലെങ്കിൽ ഞാൻ കുടിക്കാൻ കമ്പനി കൊടുക്കാൻ തോന്നുമ്പോ അല്ലാതെ ഞാൻ കുടിക്കേയില്ല. നിങ്ങൾ ഇവിടെ വരുമ്പം നിരക്കുന്നില്ലേ ഒരു കിട്ടണം. ഇത്രയും പറഞ്ഞു, നീ പറഞ്ഞത്ര ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല പറഞ്ഞെങ്കിലൊക്കെ ഈ സോസാണ് ഏറ്റവും
ഞാനിങ്ങനെ ഇടക്കിടക്ക് കഴിക്കും. എന്ന് പറയുമ്പോൾ ഇപ്പൊ കേക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ബാക്കിയുള്ളവർ പോഷൻ അങ്ങനെയല്ലേ, പോഷൻ ഫുഡ് ഉണ്ടാക്കിയാൽ പോഷന് കഴിക്കണം. നമ്മൾ ആര് ഫുഡ് ഉണ്ടാക്കണത് അവർക്ക് വിളമ്പി കൊടുക്കാനായിരിക്കും ഇഷ്ടം. അവർക്ക് കഴിക്കാലോ. ഇങ്ങനത്തെ സാധനം കിട്ടിക്കഴിഞ്ഞാലേ നല്ലതായോണ്ടാണ് ഞാൻ പറഞ്ഞത് ഗംഗ എന്തുകൊണ്ട് ഇത്രയും ക്ലീൻ ചെയ്യണമെന്ന് അറിയാമോ? ഗംഗ മറ്റു ചിന്തനൊക്കെ പോലെ പ്രോപ്പർ ഫുഡിയാണ്. അതെ, ഞാൻ നല്ലതെന്ന് പറയുന്നത്. കാരണം ഫുഡി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഫുഡി ആണെന്നും പറയാം. എന്തായാലും പറഞ്ഞോ ചിലപ്പോ അതെന്നെ അമ്മമാരിക്കല്ലേ. നമ്മളൊക്കെ ഇവിടെ ഒരു ബിഗ് ബോസ് ഹൗസാണ്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ആകെ 1, 2, 3, 4, 5 ആൾക്കാരേ ഉള്ളൂ. ഞാൻ പക്ഷെ മറ്റേ കാർഡുണ്ട് വൈദ്യുതി കാർഡ് എൻട്രി ആയിട്ട് എന്റെ മോനെ നടക്കണം തീർന്ന് ഞാനിത് കളിച്ചു കാർഡ് എടുക്കാൻ പോലെ ഫുഡിയാണെന്ന് ഫുഡിയാണെന്ന് വെച്ചാണ് അല്ലെന്ന് വെച്ചാൽ അല്ല. എല്ലാം ഞാൻ കഴിക്കൂല. പക്ഷെ എനിക്ക് എല്ലാം ട്രൈ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ ഈ സ്ഥലത്ത് വന്ന് ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു സ്ഥലത്ത് പോയി ഞാൻ എപ്പോഴും ഗൂഗിളിൽ നോക്കണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കണം എന്ത് ചെയ്യണം, ഈ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്, ഇവിടുത്തെ എന്താണ്. കാരണം നമുക്കത് ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് എനിക്ക് നമ്മുടെ ഫുഡാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിലും ഇവിടുത്തെ ടേസ്റ്റ് എന്താണ്, ഇവിടുത്തെ ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ അത് ട്രൈ ചെയ്യണം. പെട്ടില്ലെങ്കില്ല എവിടെ പോയാലും ഞാൻ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യും. അതുകൊണ്ട് ചോദിച്ചാ ഇല്ല എന്താ അതെല്ലാം ചേരുവോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയം കിട്ടൂല. 6 മണിക്ക് നമ്മുടെ ഫസ്റ്റ് ബസ് നമ്മുടെ ഈ ഉള്ള സമയത്തിനകത്ത് ടാപ്പ് ചെയ്ത് കയറിയിരിക്കണം. ഞങ്ങൾ പുറത്തു പറയാനല്ലോ ഇപ്പൊ വീഡിയോ ഓണാക്കുന്നുണ്ട്. ടാപ്പിംഗ് ഒക്കെ നടക്കും. എനിക്കിത് അങ്ങോട്ടുണ്ട് ചോദിക്കുന്നത്. ഇവിടെ എന്ത് കാർഡാണ് അത് പറയാൻ പറ്റില്ല. ഓ മൈ ഗോഡ്, ഞാൻ പറയാൻ പറ്റുന്ന നട്ടരെ ഓടറിനെ കണക്ക് തീ പിടിച്ച അപ്പൊ കഴിച്ചിട്ടാണ് നട്ടരെ ഓടറിനെ അങ്ങനെയല്ല നമുക്കില്ലേ ഞാനില്ലേ അവരെ കിട്ടുന്നു. ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അയാളെ കിട്ടുന്നത് വൈൽഡ് കാർഡായിട്ട് വന്ന എന്റെ മോനാണ് ആ ക്യാമറ നോക്കിയിരിക്കുന്നത്. ശരിക്കും ഓടുന്നോ ആരെങ്കിലും തോന്നുന്നുണ്ടോ? കാര്യം നമ്മള് പറഞ്ഞ മുഴുവല്ല മീൻസ് നമ്മളറിയാവുന്ന എവിടെ ഇട്ടാലും നമ്മളറിയാണ്ട് പോണതായിരിക്കണം. അറിയാതെ പോണെങ്കിൽ ഇതൊന്നും കാര്യമില്ല. ഇതിപ്പോ എല്ലാം അറിയാതെയാണ്. എന്ന് വെച്ചാൽ ഞങ്ങള് എങ്ങനെയാണ് ലൈവിട്ട് അടിപൊളിയായിരിക്കും. എനിക്ക് 1000 കിട്ടാനുള്ളത് 5 പോകുമ്പോഴും കിട്ടൂല. നീ യൂട്യൂബിൽ തന്നില്ലെങ്കിൽ മറ്റൊന്നാണ് ഇവർ ചെയ്യുന്നത് എന്തെങ്കിലും അറിയുന്നില്ല. ഇത്
ഇത്രയോട് പൊറുക്കണമേ ഈ മീനാണ് ആ പൈനാപ്പിളിന്റെ ഗുണം അവനിൽ കണ്ടു പറയുന്നുണ്ട്. എന്റെ സൗണ്ട് കിട്ടുമോ കുറച്ച് ഒറ്റ പറഞ്ഞു കുഴപ്പമില്ല, അത് ആ സാധനം ഓണായോണ്ടാണ്. കൊണ്ടുവരും പാവം സാധനം ഇതില് ഒരു വേറൊരു ഫോണില് റെക്കോർഡ് ചെയ്യണം. ഐ മീൻ ആലു, ഇതൊക്കെ ഡബ് ചെയ്താൽ പോലെ ഈ exhaust off ചെയ്യോ? പറ്റില്ല അപ്പൊ അലവാടി ഓൺ ചെയ്യണ്ട. ഞാൻ സൗണ്ട് ഫോണിന്റെ റെക്കോർഡർ ഓൺ ചെയ്യോ? ആ, okay. ആ, okay, okay, okay. അല്ല ഇത് മറ്റേ സാധനം കൂടാ അതല്ല, ബാലുവിന്റെ റെക്കോർഡർ ഓൺ ചെയ്താൽ പറയാം. റെക്കോർഡ് ഇപ്പോൾ രാത്രി എന്താണോ എന്ത് റെക്കോർഡറാണ് ഞാൻ ഉദ്ദേശിച്ചത്? ഫോണിന്റെ ഫോണാണ്. ഇതിലൊക്കെ നോട്ടി കാർഡ് ഇറക്കുന്നു. പുതിയ കളിയിലേക്ക് നിങ്ങൾ കാണാത്ത നോട്ടി ചാക്ക് ഒന്നും കഴിക്കാതെ ക്യാമറ നോക്കിയിരിക്കുന്നു. ബിക്കോസ് ചാക്ക് ക്യാമറ പ്രസൻസ് തരുന്നില്ല. നോക്കൂ, ഞാൻ കിടന്ന് ഭയങ്കര എന്റെ സൗണ്ട് വളരെ കുറവാണ്. ഇത്ര സാധനം രണ്ട് ബോട്ടിലെങ്കിലും വേണം. രണ്ട് ബോക്സ് മഷ്റൂം, രണ്ട് ബോട്ടിൽ മഷ്റൂമിലല്ല മഷ്റൂം ഉണ്ടോ? ഞാൻ ഈ ഫിഷ് വെച്ചിരുന്ന ഫിഷ് ക്രീമില്ലല്ല മഷ്റൂം വേണോ? ക്രീം ഇത് മതി എന്റെ സാധനം ഇല്ലല്ല അത് വേണ്ട സാധനം അതല്ല ഞാൻ നീ എന്താ പറഞ്ഞില്ലേ ചെറുത് സത്യം ഞാൻ ചോദിച്ചാണോ ഞങ്ങൾ ക്രീം ഇവിടെ അവിടെ അപ്പാപ്പൻ അപ്പാപ്പൻ എടുക്കും അല്ലെങ്കിൽ ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാലേ പുള്ളി പാസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കും അതാണ് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ മഷ്റൂം ഞങ്ങൾ എല്ലാ സാധനവും ഉണ്ടാക്കും ഗംഗയ്ക്ക് ഇപ്പോഴും എന്ത് ഫുഡാണ് വേണ്ടതെന്ന് അറിയാമോ? UK വന്നിട്ട് എപ്പോഴും ഇന്ത്യൻ ഫുഡാണ് വേണ്ടത്. ഇന്ത്യൻ ഫുഡ് അല്ല കേരള മറ്റന്നാൾ സോറി, കേരള അത് പറഞ്ഞ കോലങ്ങാന്നില്ലേ അത്രയും കൂന്തൽ ഉണ്ടാക്കില്ല. ഇത്തിരി ഉള്ളത് വെച്ച് ഞാൻ ഓണാക്കുന്നത്. അടുത്ത വീഡിയോ ഇല്ല, അടുത്തായിട്ട് നിന്നെ ഞാൻ എലിമിനേറ്റ് ചെയ്യുക. ഇല്ല, ഞാൻ നോട്ടിട്ട് വെച്ചേക്കാം സാക്കിട്ടേക്കാം. ഈ സാക്ക് ക്യാമറ പ്രസന്റ് കൊടുക്കുന്നില്ല. എനിക്കില്ലേ അലു എപ്പോഴും ഞാൻ പാസ്ത ഉണ്ടാക്കിയില്ലേ, ഞാൻ ക്രീം പാസ്ത ഉണ്ടാക്കി. ക്രീം മഷ്റൂം സത്യം പറഞ്ഞ ഈ ക്യാമറ എടാ വിൻഡോ കുറച്ച് നോക്കാൻ ചെയ്യണം നിന്റെ കുറച്ച് നോമ്പ് അതിന്റെ അല്ല അതെ എന്റെ ഒന്നും ഒപ്പളാക്കാൻ പറ്റാത്ത നീ ഇപ്പോഴൊന്നും ഓപ്പണാക്കണ്ട, കല്യാണത്തിന് കേട്ടെ. അതെന്ത് സാധനം ക്യാമറ പറഞ്ഞ് പലതും സംഭവിക്കുന്നുണ്ട്. ഞാൻ മാത്രം ഇവിടെ ഗുഡ് ഗേൾ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഇപ്പൊ കാണാൻ പറ്റുന്നില്ല മണി 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 എന്റെ നല്ല പണമുണ്ട് പക്ഷെ കാര്യങ്ങളൊക്കെ പോയി കാണും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ഹാപ്പിനെസ് കിട്ടൂല്ലോ കരള് അതെ അത് ഉണ്ടാക്കാൻ പോണേ നെക്സ്റ്റ് ഇത് കിട്ടേ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഡ്രസ് നമ്മൾ ഇട്ടെങ്കിൽ പോലും മഞ്ഞപ്പൊടി വേണോ? തരാൻ കൂടെ ആരുമില്ല. ഞാൻ കഴിയണല്ലേ നീ കഴിയണല്ലോ ഞാൻ എന്താണ് പറയൂ എന്താ പറയാ ഞാൻ കല്ലണ നമ്മളെന്തോ പറയണ്ട ഇതെനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ബിഗ് ബോസ് വിന്നർ ആവാൻ വേണ്ടി കൂടുതൽ സംസാരിച്ച് അതിന് കൂടുതൽ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ തല്ലുപിടിക്കണം. കല്ലൊന്നും കുടിക്കണ്ട ബിഗ് ബോസ് സംസാരിക്കും. അങ്ങനെയല്ല ഞാൻ ഞാൻ കപ്പിത്താനങ്ങടെ ഇറക്കി വിട്ടേക്കണേ ഞാൻ പറയുന്നത് നമ്മളിപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും ആൽബർട്ട് പറയും. അടിപൊളിയല്ലേ കുറച്ചേരം കഴിഞ്ഞിട്ടേ ഇല്ല, ഞാൻ എപ്പോഴും ആൽബർട്ട് നിന്നല്ല നിങ്ങൾ സംസാരിച്ച് പറയും കുറച്ച് എന്നെ എവിടെയെങ്കിലും ഡേറ്റിന് കൊണ്ടുപോകും. മീൻസ് അങ്ങനെയല്ല, എനിക്ക് അറിയാമെങ്കിൽ കൂടി ഞാൻ പറയും സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകും. പക്ഷെ ഞാൻ തന്നെ എല്ലാം പ്ലാൻ ചെയ്യണം. എനിക്കൊരു കാര്യം പറയട്ടെ നിന്റെ പുഴ നീ തന്നെ കാര്യമില്ല. എന്ത്
കൊണ്ടുപോകും. പക്ഷെ അവരുടെ ഐഡിയ മൊത്തം ഇത് പോയാണ് എന്റെ ഇതാണ്. അങ്ങനല്ല, ആ ഒരു ഐഡിയ അങ്ങനെ എന്തിന് വരുമ്പോഴത്തേക്കും ഞാനെന്താ പറയും, വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കാം, നമുക്ക് വീട്ടിലിരിക്കാം. കാരണം കാശിന്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും വേണ്ട എന്ന് വിചാരിക്കും. അതുപോലെ ഇന്ന് നമ്മൾ പോയിരുന്നെങ്കിൽ പോലും നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് പോവും. പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോയോ ഫോട്ടോയോ എടുത്ത് തരാൻ നമുക്ക് ആരും ഉണ്ടായിരിക്കില്ല. പക്ഷെ അതിനേക്കാളും ഹാപ്പിനെസ് ആണ്, അല്ല അതിനേക്കാളും ഹാപ്പിനെസ് ആണ് നമ്മൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബുക്ക് ചെയ്ത് ഒരുമിച്ച് കഴിക്കുന്നത്. ഇത്രയും നമുക്ക് ഫ്രീ ആവാൻ പറ്റില്ല പുറത്താണെങ്കിൽ. ഉറപ്പാണ്. അവിടെ കുറച്ച് ഫ്രഷ് ചെയ്തിട്ട് അവിടെ പോയി ഇരിക്കാം. എന്റെ പാടത്ത് തുടങ്ങി. ഓക്കെ, മഷ്റൂം എടുക്കരുതേ. ഭയങ്കര ആഗ്രഹം ഹീറ്റർ ഓണല്ല. ഓണല്ല. പക്ഷെ എനിക്ക് ചെറിയൊരു ഇതേപോലെ ഒരു വലിയ റെസ്റ്റോറൻറ്റ്, അതായത് ലിമിറ്റഡ് ഡിഷസ് ഉണ്ടാവുള്ളൂ. പക്ഷെ കൊടുക്കുന്ന സാധനമില്ല. ഞാൻ കാര്യം പറയട്ടെ, കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാ. എന്റെ പ്ലാനിങ് ആൽബർട്ട്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു സമയത്ത് ഇത് നമ്മുടെ ബാധ്യത എന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക്, ആ കാര്യങ്ങൾ കഴിയുന്നു അന്ന് എന്റെ പ്ലാന് ഒരു റെസ്റ്റോറന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എനിക്കില്ലേ ബാധ്യത ഒഴിവാക്കിയിട്ട് അങ്ങനെയല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ റെസ്റ്റോറന്റ് അല്ല, ഒരു മിനി സ്പേസിൽ എന്റെ തട്ടുകടയാണ്. എന്റെ തട്ടുകടയിൽ ഞാൻ എന്റെ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ദോശ ചമ്മന്തി, മനസ്സിലായില്ലേ? നമ്മുടെ അങ്ങനത്തെ ടൈപ്പ് നാടൻ തട്ടുകട. ഈ 2024 എക്സ്പയർ ആവട്ടെ. നാടൻ തട്ടുകട ഞാൻ ഉദ്ദേശിച്ചത്. കോൺഫിഡൻസ് ആയിട്ട് ഞാൻ ഇപ്പൊ പറയുന്നത്, കോൺഫിഡൻസ് ആയിട്ട് എന്റെ ഒരാളുണ്ടെങ്കിൽ ഞാൻ 100% റെഡിയാണ് കാശ് ഇറക്കാനും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും. ഞാൻ തമാശ കാര്യമായിട്ട് ഞാനിത് വേറെ ലൈറ്റ് മാറിപ്പോയി. അയ്യോ എന്നെ ഞാൻ പറഞ്ഞു യാത്ര മഷ്റൂം അപ്പുറത്തെ കസേരയിൽ ഇരിക്കുമോ? എടുത്തത് മഷ്റൂം അല്ലേ, ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല. ഏതാ ബാലു, നമ്മളൊക്കെ ഇല്ലേ, ഞാൻ പറയൂലേ, ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മളൊക്കെ ഒരു ദിവസം ഒരിക്കലും നടക്കുന്ന സ്വപ്നം. നീ പറയണത് ഒന്ന് കറക്റ്റ് ആവുക. ഞാൻ രണ്ടുപേരും പഴയ ജനം ഞാൻ ചിക്കൻ കഴിക്കണ നിർത്തിയാലും നീ കഴിക്കണ നിർത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സത്യബുക്കാവൂല. ഞാൻ ടോപ്പിക്കൊന്നും മാറുന്നത് കൽവി. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, എനിക്ക് എപ്പോഴാണോ എന്റെ കടങ്ങളൊക്കെ മാറി ഒരു സേവിങ്സ് എമൗണ്ട് മാറ്റി വെക്കാൻ പറ്റണത്, അപ്പൊ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങിയേ പറ്റൂ. ഞാൻ പഠിക്കുന്ന ബിസിനസ്സാണ്, എനിക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഒരിടത്തും എത്തിയില്ല എന്റെ മനസ്സിൽ തോന്നും. എന്റെ മുമ്പില് അല്ലാതെ ആർക്കും എങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. എന്റെ അമ്മ ഇതുവരെ മീൻസ് ഈ UK എത്തുന്നത് വരെ എന്നെ പഠിപ്പിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. ആ പഠിച്ചതിന് എനിക്കൊരു വാല്യൂ ഉണ്ടാവണമെങ്കിൽ പഠിച്ചത് വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഞാനിപ്പോ എന്ത് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്ന്, ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് പറ്റിച്ചു അങ്ങനെ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒരു വില ഉണ്ടാവൂല. ഞാൻ പഠിച്ചതിന്റെ അല്ലെങ്കിൽ എന്നെ ഇത്രയും കഷ്ടപ്പെട്ടതിൽ ഒരു
ഫലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫീൽഡിൽ നിൽക്കണം. ഉപ്പ് കറക്റ്റാ ആണോ? ആ മീൻസ് ചോദിക്കാതെ തന്നെ ഉപ്പ് ഓക്കെ ആണോ? കാര്യം എങ്ങനെയുണ്ട് എന്താ പ്രോൺസ്? പ്രോൺസ് എങ്ങനെ അറിയാമോ? സാക്കു ഹൗസ് പ്രോൺസ് പ്രോൺസ് എനിക്ക് ഫീൽ ചെയ്തത് ഫുൾ കുക്കായിട്ടില്ല. ഹാഫ് കുക്കില് നമ്മുടെ സ്നാക്സ് ഒക്കെ കുറിക്കാൻ കഴിക്കണ പോലെ അങ്ങനെ കഴിക്കണം. ഹാഫ് കുക്ക് അല്ല, പ്രോൺസ് ശരിക്കും പറഞ്ഞാൽ 3 minutes കുക്ക് ചെയ്താൽ മതി. ബാറ്റർ ഒന്നും ഇല്ലാതെ ഫ്രൈ ചെയ്ത് ക്രിസ്പി സാധനം. നല്ല രസമുണ്ട്. ഓഷൻ നമുക്ക് ഓൾറെഡി നോക്കിയാണ് എല്ലാ ഇഷ്ടവും. അത് ഇച്ചിരി സ്പൈസി ആണ് കേട്ടോ പ്രോൺസ്. യെസ് യു ലൈക്ക് ഫുഡ്? താങ്ക് യു. ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നിന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാര്യം കുറേ നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് ഇത്രയും ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഈ ഒരു യൂട്യൂബിൽ സേവ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫുൾ വാച്ച് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം കേട്ടോ. സോ ബൈ.